ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ കരുണാലയത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരുണയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, നീ എന്തിനാണ് മഹാലക്ഷ്മിയോട് ഇപ്പോഴും ശത്രുത വെച്ച് ജീവിക്കുന്നത്? അവൾ നിൻ്റെ ചേച്ചിയാണെന്നുള്ള ബോധം നിനക്ക് എന്തുകൊണ്ടാണ് മോളെ ഇല്ലാതാ പോയത്? നിൻ്റെ അച്ഛനും മുത്തശ്ശിയാണ് നിന്നെ വളർത്തിയത്, അതുകൊണ്ടുള്ള എല്ലാ കുറവുകളും എൻ്റെ മോൾക്കുണ്ട്. പ്രതാപനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടി എൻ്റെ മോളുടെ മനസ്സിലോട്ട് കുത്തി വെക്കാൻ പോകുന്ന വശം എന്തിൻ്റെ കേടാ നിനക്ക്? വേറൊരു പണിയുമില്ലേ? ഇവളെ ഇങ്ങനെ ഉപദേശിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛ അമ്മയാണെങ്കിൽ എന്നെ ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ അവളെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറൊരു കാര്യത്തെക്കുറിച്ചും അമ്മയ്ക്ക് സംസാരിക്കാനില്ലെന്നൊക്കെ കരുണയാണെങ്കിൽ പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ മഹാലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് എൻ്റെ പൊന്നുമോളെ നീ വിഷമിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ. അപ്പം നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, എന്ത് പൊന്നുമോള്, നിങ്ങളാണ് ഇവളെ വഷളാക്കി ഇത്രയും വലുതാക്കി വെച്ചതിരിക്കുന്നത്. അവൾക്കാണെങ്കിലും അവളുടെ കുടുംബജീവിതത്തിൽ പോലും ഇപ്പോൾ ഒരു അവകാശം ഇല്ലാണ്ട് നിൽക്കുകയാണ്. ആ ഉണ്ണിമോനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പിന്നാലെ വരുന്നത് ഒരു വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അവനാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സ് മാറിയാൽ പിന്നെ ഇവളുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മേലെ, സ്വന്തം മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ എന്തിനാണ് നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നത് അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയോട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പെതാവ ഇവളീ പറഞ്ഞു വരുന്നത്? ഞാൻ നമ്മുടെ കരുണമോളുടെ ജീവിതം ഇല്ലാതാക്കി എന്നാണോ എന്നൊക്കെയാണ് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടില്ല, എൻ്റെ അച്ഛനും എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടില്ല. ഇവരൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സന്തോഷമായി ജീവിക്കുന്നത് തന്നെ. അമ്മ കാരണമാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും വിഷമിക്കുന്നത്, അമ്മയും അമ്മയുടെ മൂത്ത മോളും കാരണം. അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ ചെറുപ്പം തൊട്ടേ സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊന്നും അതിനെന്നെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് തോന്നുന്നത് ഞാൻ മോളെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ. പക്ഷേങ്കിൽ ഈ അമ്മ പറഞ്ഞൊരു കാര്യം എൻ്റെ പൊന്നുമോള് മനസ്സിലാക്കണം, ഉണ്ണിയെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. കുടുംബജീവിതത്തിൽ നീ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ചെയ്തേണ്ടത്. എപ്പോഴും ഇങ്ങനെ വാശിയും വൈരാഗ്യം കൊണ്ട് നടക്കാതെ നീ ഒന്ന് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക്. ഇവിടെ തന്നെ നിന്ന് പോകും ജീവിതകാലം മുഴുവനും. അമ്മയ്ക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഉണ്ണിമോൻ വരുമ്പോൾ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് അവനെ ഇനിയും വേദനിപ്പിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും അവന് നിന്നെ വേണ്ടതാവും. അതിൻ്റെ മുന്നേ നീ അവൻ്റെ മനസ്സിൽ കയറി പറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ മോഹിനിയാണ് കരുണയ്ക്കാണെങ്കിൽ. അപ്പോൾ കരുണയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കരുണാലയത്തിലോട്ട് നമ്മുടെ ഉണ്ണി എത്തുന്നുണ്ട് കരുണയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് കരുണയെ ഒന്ന് കാണണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് മോഹിനിയോടാണെങ്കിൽ. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇപ്പം മോൻ അവളെ കാണാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വന്നാലും അവളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇത്രയും കാലം അവളുടെ മുത്തശ്ശിയും അവളുടെ അച്ഛനും പറയുന്നത് പോലെ അവൾ ജീവിച്ചു. ഇനി എന്തായാലും ഞാൻ പറയുന്ന പോലെ അവളെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും മോൻ ഇപ്പോൾ ഇനി കാണണ്ട, അമ്മ പറഞ്ഞോളാം മോനോട് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് അപ്പം മാത്രം മോൻ വന്നാൽ മതി. എന്തായാലും ഇപ്പം മോൻ പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ആ ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കരുണയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഉണ്ണി വന്നിരുന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട്, ഞാനാണ് നിൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം കരുണ, ഈ അച്ഛനും മുത്തശ്ശിയൊക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മയും നിൻ്റെ ചേച്ചിയൊക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എന്തായാലും സ്വത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല നീ മഹാലക്ഷ്മിയെ വെറുക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും എനിക്ക് നന്നായിട്ടറിയാം. കാരണം നിനക്ക് വേണ്ട എല്ലാ സ്വത്തുക്കളും ഇവിടെ തന്നെയുണ്ട്. പക്ഷേങ്കിൽ നീ എന്തിനാണ് അവളെ വെറുക്കുന്നത്? അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് അവളുടെ സ്വഭാവം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നീയും അതുപോലെ തന്നെ ജീവിച്ചാൽ നിനക്കും എല്ലാ സൗകര്യങ്ങളും സ്വത്തും സമ്പത്തും സമാധാനം സന്തോഷം എല്ലാം അവളെപ്പോലെ തന്നെ കിട്ടും. എന്തായാലും ഇത്രയും കാലം നീ അവളെ വേദനിപ്പിച്ചു, അതിനുള്ള എല്ലാ ഭവിഷ്യത്തും നീ അനുഭവിച്ചു. നിൻ്റെ കുഞ്ഞു പോലും നിനക്ക് നഷ്ടമായി. നിൻ്റെ ജീവിതം പോലും നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് കരുണേ. എന്തായാലും അവൾക്ക് വേണ്ടി നീ എന്തായാലും ഇനി ശവ പറഞ്ഞ് ജീവിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേങ്കിൽ ഇനിയെങ്കിലും അവളെ ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം തന്നെ നടക്കും. ഈ അപ്പ പറയുന്നത് ഒരിക്കലെങ്കിലും എൻ്റെ പൊന്നുമോൾ ഒന്ന് കേട്ടു നോക്ക്, നിൻ്റെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുമെന്നൊക്കെ മോഹിനി പറഞ്ഞു കൊടുക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, പിന്നെ അവൾ സ്നേഹിച്ചും സഹായിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നടക്കണ്ട. അവളെന്നും എൻ്റെ വേലക്കാരി തന്നെയായിരിക്കണം, അങ്ങനെ തന്നെയായിരിക്കണം അവൾ ജീവിക്കേണ്ടത്. അങ്ങനെ അവളെ കൊണ്ട് ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോഹിനിയാണെങ്കിൽ നമ്മുടെ കരുണയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് ജീവിക്കാനുള്ള യോഗമില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇനി മേല എന്നോടും എൻ്റെ കുഞ്ഞിനോടും ഇങ്ങനെ സംസാരിച്ച് പോവരുത്. നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ നിൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയും. ഇനി നിൻ്റെ മുത്തശ്ശിയും അച്ഛനും ഇതിൻ്റെ പേരിൽ എന്നെ കൊന്നാലേ ശരി, നിൻ്റെ ജീവിതം എങ്ങനെ ഇനി പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. മര്യാദയ്ക്ക് നാളെ ഉണ്ണി വരുമ്പോൾ അവൻ്റെ കൂടെ പൊക്കോണം. ഇനി നിന്നെ ഇവിടെ കരുണാലയത്തിൽ കണ്ടുപോകരുത്, ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ നമ്മുടെ
മോഹിനി കരുണയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ണിയാണെങ്കിൽ കരുണാലയത്തെത്തി നമ്മുടെ മോഹിനി പറഞ്ഞതുപോലെ തന്നെ കരുണയെ കമലേശ്വരം വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ നമ്മുടെ മോഹിനിയോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും എനിക്കിങ്ങനെ ഒരു അമ്മയില്ല. എന്തായാലും നിങ്ങളെ കാണാൻ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല. എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും ഞാൻ എല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. നോക്കിക്കോ, നിങ്ങൾ എൻ്റെ കരണത്ത് അടിച്ചതിൻ്റെ ഭവിഷ്യത്തും നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയോടൊപ്പം അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. ഇനിയിപ്പോൾ കരുണ പുതിയൊരു ജീവിതത്തിലോട്ട് മാറുമോ, നല്ലൊരു സ്വഭാവമായിട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.